ആത്തൻകുടി പാലസിൽ ഒരുപാട് സൗത്ത് ഇന്ത്യൻ എസ്പെഷ്യലി തമിഴ് പടങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിജയുടെ, അജിത്തിൻ്റെയും പിന്നെ വിശാലിൻ്റെയും. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ആത്തൻകുടി ടൈൽ മേക്കിംഗ് കാണാനാണ്. ശരിക്കും ഈ ആത്തൻകുടി പാലസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഒരു സ്ഥലമാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞൊരു വ്ളോഗാണ്. കാരണം ഇന്നും ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ഇപ്പോൾ ഞാനുള്ളത് സേലത്ത് നിന്ന് നമ്മൾ ചെട്ടനാട് പോകുന്ന വഴിയാണ്. ഞാൻ കുറേ കാലങ്ങൾ ഐ തിങ്ക് ഈ വ്ളോഗിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറേ കാലം മുന്നേ എനിക്ക് പോകണം, അവിടെ ചെന്ന് വിസിറ്റ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഈ ചെട്ടനാട് എന്ന് പറയുന്നത്. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കുറേ ഹെറിറ്റേജ്, പിന്നെ കൾച്ചർ, പിന്നെ ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ചെട്ടനാട്. അവിടുത്തെ ഫുഡ്, നമ്മളിപ്പോൾ ചെട്ടനാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫുഡിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആർക്കിടെക്ചറൽ കുറേ മാൻഷൻസ്, എനിക്ക് തോന്നുന്നു 10,000-ന് മുകളിൽ അന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമായിട്ടുള്ള മാൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് പോകണമെന്ന്. ഇന്നിപ്പം ഞങ്ങൾ 4 പേരായിട്ടാണ് പോകുന്നത്. ഞാൻ, ശ്വേതയുടെ അനിയൻ, അമ്മ, ഇത്രയും പേരാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഓൺ ദ വേ ആണ്. ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഏകദേശം ഇപ്പോൾ ഇൻട്രോ എടുക്കുമ്പം വിളിച്ചില്ല കൂട്ടിയില്ലാന്നും പറഞ്ഞിട്ട് ഭയങ്കര ചെറിയ വിഷയമായി. അപ്പോൾ എന്തായാലും ഒരുമിച്ച് ഇൻട്രോ പറയാം, ഒരുമിച്ചൊരു വെൽക്കം പറയാം. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. സൊല്ലു. ഓക്കെ, വെൽക്കം ടു എ ന്യൂ ചെട്ടനാട് വ്ളോഗ്. അമ്മ, ഇത് തമ്പിയെക്കാട്ട് ഒരു ഏകദേശം ഒരു 90 കിലോമീറ്റർ ഉണ്ട് ട്രിച്ചിയിലെത്താൻ. ഇവിടെ നേരെ ട്രിച്ചിന്നാണ് ചെട്ടനാട് പോകുന്നത്. ട്രിച്ചിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ, ടോട്ടൽ ഒരു 4 മണിക്കൂർ ട്രാവലാണ്. നമ്മൾ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നിന്നാണ് വിചാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ആദ്യം നമ്മൾ പോകുന്നത് ആത്തൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ചെട്ടനാട്, അവിടുന്ന് കാരക്കുടി, അങ്ങനെയാണ് പോകുന്നത്. കാരക്കുടിയിലാണ് ഞങ്ങൾ റൂം എടുത്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ട്രിച്ചിയിൽ അടയാർ A2Bയിൽ ആനന്ദ് ഭവനിൽ വന്നിരിക്കുകയാണ്. അവിടെ കഴിച്ചു. ആക്ച്വലി ഫുഡ് കൊള്ളാൻ കേട്ടോ, നല്ല ഫുഡാണ്. ഇവിടുത്തെ വടക്കറി സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 100 കിലോമീറ്ററാണ് ഉള്ളത് ചെട്ടനാടിലോട്ട്. ചെട്ടനാടല്ല, ആദ്യം നമ്മൾ പോകുന്നത് ആത്തൻകുടിയാണ്. അവിടെ നിന്ന് ചെട്ടനാട്, പിന്നെ കാരക്കുടിയിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള വ്ളോഗ്സിലൊക്കെ കുറച്ചുകൂടി നല്ല വിഷ്വൽസ് ആയിരിക്കും. കാരണം ഞാൻ ഫോൺ ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നല്ല വിഷ്വൽസും കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിൽ വോയിസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് റീച്ച്ഡ് ആത്തൻകുടി. നമ്മളിപ്പോൾ നേരെ പോകുന്ന ആത്തൻകുടി പാലസിലോട്ടാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല പഴയ മാൻഷൻസും ഇതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, ആത്തൻകുടി പാലസ്. എനിക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ വില്ലേജ് ഏരിയ ആണ്. എന്നാലും വരുന്ന വഴിക്കൊക്കെ ഇതേപോലത്തുള്ള വീടുകൾ, വലിയ വലിയ വീടുകൾ. ഇവിടുന്ന് ആൾ താമസമില്ലെന്ന് തോന്നുന്നു. നമ്മൾ അതുവഴിയാണ് വന്നത്. നമുക്ക് ഇനി ഇങ്ങോട്ട് അവിടെയാണ് നമ്മുടെ ഈ ആത്തൻകുടി പാലസ് എന്ന് പറയുന്നത്. വരുന്ന വഴിക്ക് ടൈൽ മേക്കിംഗ് ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അപ്പോൾ അതൊക്കെ ഇനി പോയി കാണണം. ആദ്യം നമ്മൾ പോയി ആത്തൻകുടി പാലസിൽ പോയി അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഈ സ്ട്രീറ്റിലോ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രീറ്റിലോ ആണ് ഇതൊക്കെ ഉള്ളത്, ടൈൽ ഫാക്ടറി ഇതൊക്കെ ഉള്ളത്. നമ്മൾ ഇനി അങ്ങോട്ട് പോകും. വരുന്ന വഴിക്കൊക്കെ വില്ലേജ് ഏരിയ ആണ്.
പഴയ വീടുകളും നടുക്ക് കുറേ പുതിയ വീടുകളൊക്കെ അവർ പണിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആത്തൻകുടി കാരക്കുടിയിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു ചെറിയൊരു വില്ലേജാണ് ഈ ആത്തൻകുടി, കാരക്കുടി എല്ലാം കൂടി ചേരുന്നതാണ് ഈ എൻ്റയർ ചെട്ടനാട് സ്ഥലം എന്ന് പറയുന്നത്. ആത്തൻകുടി ശരിക്കും ഇതുപോലെ വലിയ മാൻഷൻസും അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് ആത്തൻകുടി ടൈൽ ഫാക്ടറി. ഈ വരുന്ന വഴി ഇത് മാത്രമല്ല, വരുന്ന വഴിയും അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മാൻഷൻസും വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. എല്ലാം ഏതാണ്ട് ഒരു 10, 100, 80 മുതൽ 100 വർഷം പഴക്കമുള്ളതായിരിക്കും മിനിമം. ഇതാണ് ആത്തൻകുടി പാലസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പാർക്കിംഗ് ഉണ്ട്. ഇത് അത്യാവശ്യം ഇപ്പം എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നമ്മൾ വണ്ടിയിട്ടത് അവിടെയാണ് മുറ്റത്ത്. ആത്തൻകുടി പാലസ് എന്ന് പറയുന്നത് വളരെ ഗ്രാൻഡായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാലസാണ്. ചെട്ടിയാർ വീടുകൾ ഇവിടെ വേറെ മാൻഷൻസിലെല്ലാം ഉള്ളതുപോലെ തന്നെ എല്ലാ സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ തുറന്ന നടുമുറ്റം, വിശാലമായിട്ടുള്ള വരാന്ത, അതേപോലെ തന്നെ യൂറോപ്യൻ ഇന്ത്യൻ മിക്സായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഇവിടുത്തെ വലിയൊരു റിസപ്ഷൻ ഹാള്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അഡൽട്ടിന് പെർ ഹെഡ് അവർ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 50 റുപ്പീസാണ് നമുക്കകത്ത് കയറി കാണുന്നതിനൊക്കെ ആയിട്ട്. പിന്നെ എൻട്രൻസിൽ തന്നെ നമുക്ക് നേരെ കയറുന്നത് നമ്മൾ വരാന്തയിലോട്ടാണ്. ഇവിടെ തിണ്ണ എന്ന് പറയും, വരാന്തേനെ ഇവിടെ തിണ്ണ എന്നാണ് പറയുന്നത്. അതിഥികളെ അന്നത്തെ കാലത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്വീകരിക്കാൻ മാത്രമല്ല, ഇവിടെ ഇരുന്നാണ് ഇവർ പണ്ടത്തെ ബിസിനസ്സൊക്കെ നടത്തിയിരുന്നത്, ഈ തിണ്ണയിലിരുന്നിട്ടാണ്. അതേപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭവമാണ്. അന്നത്തെ കാലത്തെ ബിസിനസ് എല്ലാം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ തിണ്ണയിലിരുന്നിട്ടാണ്. ഇവിടുത്തെ മെയിൻ വാതിലുകളൊക്കെ ബർമ തേക്കൂടിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ വരാന്തയുടെ സൈഡിൽ അന്നത്തെ കാലത്ത് ഈ നാട്ടുകോട്ട ചെട്ടിയാർ എന്ന് പറയുന്ന കുടുംബമാണ് ഇവിടുത്തെ മിക്കവാറും ഉള്ള എല്ലാ മാൻഷൻസും അവരുടെ രീതിയിലാണ്, ആർക്കിടെക്ചറിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ കുറേ അന്നത്തെ കാലത്തെ ജനറേഷൻ പഴക്കമുള്ള കുറേ ഫോട്ടോസൊക്കെ നമുക്കിവിടെ വരാന്തയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ തിണ്ണ ശരിക്കും ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് വളരെ വിശാലമായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു സ്പേസാണ്. ഇതിൻ്റെ സീലിങ് ഫുള്ളായിട്ട് അവർ തടിയും പിന്നെ ആത്തൻകുടി ടൈൽസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോർ ഇറ്റാലിയൻ മാർബിളും ആത്തൻകുടി ടൈൽസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാറ്റേണിലാണ്. ഈ വരാന്തയിൽ നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു വലിയ റിസപ്ഷൻ ഹാളിലോട്ടാണ്. ഇവിടെ മുഖപ്പെന്ന് പറയും, അതായത് സ്വീകരണ മുറി. അതിവിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഇത്. ഇതിൻ്റെ ഒരെൻഡിൽ ഫ്ലോറിങ് ഇറ്റാലിയൻ മാർബിളും സീലിംഗ് വലിയ ഷാൻഡ്ലിയറും നമുക്ക് കാണാൻ പറ്റുമേ. ഇരുവശങ്ങളിലും വളരെ പൊക്കമുള്ള തൂണുകളും അതിൽ തന്നെ കൊത്തിയെടുത്തിട്ടുള്ള ചിത്രപ്പണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ജനലുകൾക്കെല്ലാം തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ബെൽജിയം ഗ്ലാസ് ആണ്. അതിൽ കൂടെ നമുക്ക് സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ ഫ്ലോറിലൊക്കെ ഒരു ചെറിയൊരു ഗ്രീൻ കളർ നമുക്ക് ലൈറ്റിങ്ങിന് അടിക്കുന്നത് കാണാൻ പറ്റും. ഈ ഹാളിൻ്റെ മുകളിലത്തെ ഒരു നിലവടമുണ്ട്, അങ്ങോട്ട് എൻട്രി ഇല്ല. എന്നാലും നമുക്ക് താഴെ നിൽക്കുമ്പോൾ തന്നെ മുകളിലത്തെ അവരുടെ ഒരു കളർഫുൾ പില്ലേഴ്സും അതേപോലെ തന്നെ ഗ്രില്ലൊക്കെ അവിടെ ചെയ്തേക്കുന്ന പണിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു യൂറോപ്യൻ ടച്ചാണ് ഇവിടെ എല്ലാ മ്യൂറൽ പെയിൻറ്റിങ്ങിലും ഇവിടുത്തെ ആർച്ചിനൊക്കെ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഇവിടുത്തെ പില്ലേഴ്സിനൊക്കെ ഒരു ഫ്ലോറൽ പെയിൻറ്റിങ്ങും ഒരു ഡിസൈനൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആത്തൻകുടി പാലസിൽ ഒരുപാട് സൗത്ത് ഇന്ത്യൻ എസ്പെഷ്യലി തമിഴ് പടങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിജയുടെയും അജിത്തിൻ്റെയും പിന്നെ വിശാലിൻ്റെയൊക്കെ മജ, ഈ മധുര, സണ്ടക്കോഴി, സാമി, ഇങ്ങനത്തെ കുറേ പടങ്ങൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു പടത്തിൽ കോടതിയായിട്ടും വരെ ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹാള്, ഈ റിസപ്ഷൻ ഹാളിൽ. ശരിക്കും നമുക്ക് ഈ മുകളിലത്തെ സീലിങ്ങും അതേപോലെ തന്നെ അതിലൊക്കെ ആർച്ചിലൊക്കെ ഉള്ള മ്യൂറൽസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ആർക്കിടെക്റ്റിൻ്റെ കുറേ ഇൻഫ്ലുവൻസ് ഇവർ എടുത്തിട്ടുണ്ട് ഇതൊക്കെ പണിയാനായിട്ട്. നമ്മൾ ഈ മുഖപ്പും കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് പോവുകയാണ്. അകത്തോട്ട് നേരെ കയറി ചെല്ലുന്നത് ഭയങ്കര വിശാലമായിട്ടുള്ളൊരു കോട്ടയാടിലോട്ടാണ്. അതായത് ഈ നടുമുറ്റം എന്ന് പറയും. അന്നത്തെ കാലത്തുള്ള മിക്കവാറും ഈ തറവാടുകളിലൊക്കെ ഈ നാലുകെട്ട് ഇതേപോലത്തുള്ള തറവാടുകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ നാലുകെട്ട് എന്ന് പറയുന്നത്. ഈ കാരക്കുടി വീടുകളിൽ മിക്കതിലും ഇതേപോലത്തുള്ള നാലുകെട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ തിണ്ണയിലും മുഖപ്പിലും ഒക്കെ കണ്ട അതേപോലെ തന്നെയാണ് ഇവർ ബർമ തേക്കൂട്ടിലാണ് ഇതിൻ്റെ തൂണുകളും അതേപോലെ തന്നെ സീലിങ്ങും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഡോറിൻ്റെ രണ്ട് സൈഡിലും പീക്കോക്കിൻ്റെ മ്യൂറൽ പോലത്തെ ഒരു പെയിൻറ്റിങ് അവർ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിൽ ഇതേപോലത്തെ സെയിം പീക്കോക്കിൻ്റെ പടം മെയിൻ ഡോറിൻ്റെ സൈഡിലുണ്ട്. ഈ ആത്തൻകുടി പാലസ് 1929
ശ്രീ NAR നാച്ചിയപ്പ ചെട്ടിയാർ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. 1929 തുടങ്ങിയെങ്കിലും പണി തീർന്നത് ശരിക്കും 1932 ഇത് ടോട്ടൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, കൊട്ടാരം ഇരിക്കുന്നത് 1.08 ഏക്കറിലാണ്. ഇതിൻ്റെ ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ഈ ആത്തൻകുടി എന്ന ഗ്രാമം ഉള്ളത്. ഈ കൊട്ടാരം പണി ചെയ്ത് തുടങ്ങിയ സമയത്ത് 150 തൊഴിലാളികളും മേസൺമാർ, പെയിൻറ്റർമാർ, കരകൗശലക്കാർ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അന്ന് ഇത് നിർമ്മിച്ചത്. ഏതാണ്ട് 600ഓളം ജനാലകളും 64 മുറികളുമുള്ള ഈ കൊട്ടാരത്തിൻ്റെ അന്നത്തെ പേരെന്ന് പറയുന്നത് ശ്രീലക്ഷ്മി വിലാസ് എന്നാണ്. പിന്നെ ചില ആൾക്കാർ പെരിയ വീടെന്നും വിളിക്കാറുണ്ടായിരുന്നു. കാരണം അത് കൊട്ടാരത്തിൻ്റെ വലിപ്പം കാരണമാണ് അവർ അന്ന് ഈ പെരിയ വീടെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ 2-3 മുറികളൊക്കെ ഉള്ള വീടുകൾ തന്നെ ആൾക്കാർ ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഈ 64 മുറികളെന്നൊക്കെ പറയുമ്പോൾ ഇവർ എങ്ങനെയായിരിക്കും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്? ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാൾ. അന്നത്തെ കാലത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ടായിരുന്നു. കാരണം ഇത് 50 അടിയോളം നീളമുള്ള ഒരു റൂമാണ്. അപ്പോൾ നമ്മൾ വന്ന ദിവസം ശനിയാഴ്ച ആയിരുന്നേ. നല്ല തിരക്കുണ്ട് ഇവിടെ. നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീക്ക് ഡേ വരുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലായിടത്തും ഇവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ അവർ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അകത്ത്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ആത്തൻകുടി ടൈൽ മേക്കിംഗ് കാണാനാണ്. ശരിക്കും ഈ ആത്തൻകുടി പാലസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആത്തൻകുടി ടൈൽ മേക്കിംഗ് എന്ന് പറയുന്നത്. 50 ഗ്രാമങ്ങളോളം ഇന്നും ഈ ടൈൽ മേക്കിംഗ് എന്നുള്ള ഒരു ജോലിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ. ഈ ആത്തൻകുടി പാലസിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ടൈൽ മേക്കിംഗ് ഫാക്ടറീസ് ഉണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്ന ഒരു അക്കയുടെ ഫാക്ടറിയിലോട്ടാണ്. അപ്പോൾ ഇവിടെ പുള്ളിക്കാരി ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഈ ടൈൽ മേക്കിംഗ് എന്ന് പറയുന്നത് ഗ്ലാസ് ആണ് ഇവരുടെ ബേസ് എന്ന് പറഞ്ഞാൽ. 5mm ഗ്ലാസ് ആണ് ഇവരെടുത്തേക്കുന്നത് ഇതിൻ്റെ ബേസായിട്ട്. അതിൽ കറക്റ്റ് ഡയമെൻഷനിലായിട്ട് അവർ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ അവരൊരു ബ്രാസ് ഒരു പാറ്റേൺ വയ്ക്കും മോൾഡായിട്ട്. ഇതിൻ്റെ പുറത്താണ് ഇവർ ഈ ഡിസൈനൊക്കെ ചെയ്യുന്നത്. ഈ ബ്രാസ് ഫ്രെയിമിൻ്റെ അകത്തോട്ടാണ് ഇവർ കളർ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത്. നമ്മൾ ആത്തൻകുടി പാലസിനകത്ത് കണ്ട പോലെ തന്നെ ഇവർ കൂടുതലും യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് റെഡ്, യെല്ലോ, ഗ്രീന്, ബ്ലൂ അങ്ങനത്തെ കളറാണ് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒക്കെ കളർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ അവിടെ റെഡ് കളറാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കളർ ആദ്യം ഒരു ലെയറായിട്ട് അവർ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി സാൻഡും സിമൻറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ്ചറും കൂടെ അവർ സ്പ്രെഡ് ചെയ്യും. സാൻഡ് സിമൻറ്റ് മിക്സ്ചറിന് പുറമെ അവർ ഈ മൈക്കയുടെ പൊടി, അതേപോലെ തന്നെ സിലിക്കയുടെ പൊടി, ഇതൊക്കെ ഈ ടൈലിൻ്റെ സ്മൂത്തനിങ്ങിനും ഷൈനിങ്ങിനും വേണ്ടിയൊക്കെ അവർ യൂസ് ചെയ്യും. ഈ മിക്സ്ചർ എല്ലാം കൂടി ആ മോൾഡിനകത്ത് ഇവർ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വെറ്റ് മോട്ടർ, അതായത് സിമൻറ്റ്, സാൻഡ്, വാട്ടർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് വെച്ച് ടൈലിനെ അവർ പ്രസ് ചെയ്യും ഒരു ഫേം ബേസിന് വേണ്ടിയിട്ട്. വൺസ് ഈ ടൈല് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈലിൽ നിന്ന് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് ഇവരിത് വെള്ളം വെച്ച് കഴുകിയിട്ട് പിന്നെ ചെറിയൊരു എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ മുക്കിയിടും ഇതിൻ്റെ റെസിഡ്യൂ പൊടിയൊക്കെ മാറാനായിട്ട്. ഇത് കണ്ടോ, ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ടൈൽ ഇനി ഇവരെടുത്ത് വെയിലത്ത് ഡ്രൈ ചെയ്യാൻ വയ്ക്കും. ഒരു 3 മുതൽ 7 ദിവസം വരെയാണ് ഇവർ യൂഷ്വലി വയ്ക്കുന്നത്. പിന്നെ വെതർ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ ഒരു 3 ആഴ്ച വരെ വയ്ക്കാം ഡ്രൈ ആവാനായിട്ട്. எப்படி இருந்தது ஆத்தங்குடி பேலஸ்? நல்லா இருந்தது. கொள்ளாமா? டைல் மேக்கிங் டைல் மேக்கிங் அந்த அக்கா வந்து ரொம்ப ஸ்வீட்டாக இருந்தாங்க. ஸ்வீட்டாக எல்லாம் எக்ஸ்பிளைன் பண்ணாங்க. நல்ல എക്സ്പീരിയൻസ്. ശരിക്കും ഇവിടെ സൈഡിൽ എല്ലായിടത്തും ഒരുപാട് ടൈൽ മേക്കിംഗ് ചെറിയ ചെറിയ ഫാക്ടറീസ് ഉണ്ട്. ടൈൽ മേക്കിങ്ങും എനിക്ക് തോന്നുന്ന ഇതേപോലെ തടി സാധനങ്ങളില്ലേ, കട്ടില്, മരക്കട, അതേപോലെ ആമാം ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ പോയ സ്ഥലത്ത് ആക്ച്വലി ഇപ്പം അതേപോലത്തുള്ള ടൈലൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഫുള്ള് കാണിച്ചു തന്നെ. പാവം.
ഇപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ശ്രീപ്രിയ മെസ്സിലാണ്, ആത്തൻകുടിയുള്ള. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പിന്നെ കുറച്ച് റിസർച്ച് ചെയ്തപ്പം നമുക്ക് കിട്ടിയതാണ് ഈ പേര്. ഓത്തൻറ്റിക് ചെട്ടിനാട് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, എന്നാലും സീറ്റ് കിട്ടും. செட்டிநாடு சிக்கன், பெப்பர் சிக்கன், மட்டன், இறால், காடை, நண்டு, தலைக்கறி, ஈரல். ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നാട്ടുകോഴി പെപ്പർ ചിക്കൻ, പിന്നെ എറാൽ, അതായത് പ്രോൺസ്, അതിൻ്റെ ഒരു റോസ്റ്റ്, പിന്നെ നമ്മൾ മട്ടൻ ഫ്രൈ. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഈ സംഭവം ഉണ്ടല്ലോ, ഈ നാട്ടുകോഴി, ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കിട്ടുന്ന നാട്ടുകോഴി കുളമ്പെന്ന് പറയും. അടിപൊളിയാണ്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, ഭയങ്കരമായിരുന്നു ആ ടേസ്റ്റ്. അതിൻ്റെ ടേസ്റ്റ് ഞാൻ കുറേ തവണ മേടിച്ച് കഴിച്ചായിരുന്നു അതിൻ്റെ. ചെട്ടിനാട് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഒരു സ്ഥലമാണ് ശ്രീപ്രിയ മെസ് എന്ന് പറയും. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നേ, ഒരു രക്ഷയിലാണ്. ഇതാണ് 1000 ജനൽ വീട്. ഈ വീട്ടിൽ 1000 ജനലുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിവിടെ എണ്ണീട്ട് ഏതാണ്ട് ഒരു 100-200 ജനൽ വരെ എണ്ണാൻ പറ്റി. ഇത് ശരിക്കും ഓപ്പൺ അല്ല, ഇത് അന്ന് ചെട്ടിയാർ കുടുംബത്തിലുള്ള ആൾക്കാർ പണിയെടുപ്പിച്ചാണെങ്കിൽ ഇപ്പം അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എന്തോ ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഇത് ഓപ്പൺ ആവുമെന്നാണ് ഇവർ ലോക്കൽസൊക്കെ പറയുന്നത്, ഇവിടെ അടുത്തുള്ളവർ. 1941 ഇത് പണിയെടുപ്പിച്ചത്. 25 വലിയ മുറികളാണ് ഇവിടെ ഉള്ളത്. 1000 ജനൽ, 20 ഡോറ്, 20,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയ വീടാണിത്. ഇവിടെ ആൾക്കാർ താമസമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ആൻറ്റിക് മാർക്കറ്റ്, അതായത് പഴയ സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റ്. പണ്ട് ചെട്ടിനാട് മാൻഷൻസിനൊക്കെ ഉണ്ടായിരുന്ന പഴയ അവിടുത്തെ വിലപിടിപ്പുള്ള ഉരുളികൾ, പാത്രങ്ങൾ, അതേപോലെ തന്നെ കസേരകൾ, ഇവൻ ഡോറ്, അതേപോലെ കട്ടള, അന്നത്തെ ഈ ബർമ തേക്കൂട്ട് നമ്മൾ ആത്തൻകുടി പാലസിൽ കണ്ടുപോലത്തെ കട്ടളകൾ, പിന്നെ അന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന പഴയ പാത്രങ്ങൾ, വിലപിടിപ്പുള്ളതാണ്. ശരിക്കും ആൻറ്റിക്, ഇത്രയും വർഷം പഴക്കമുള്ളതാണല്ലോ. അതൊക്കെയാണ് ഇവിടെ ഇവർ മാർക്കറ്റിൽ വിൽക്കുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. എല്ലായിടത്തും ഇതേപോലുള്ള ആൻറ്റിക് ഷോറൂം, ആൻറ്റിക് പീസസ്, അതേപോലെ തന്നെ ജ്വല്ലറിയും ഇവിടെ ഒരു സംഭവം. ഇവിടെ എനിക്ക് തോന്നുന്നു ഡയമണ്ട് ഇവിടെ കുറച്ച് വില കുറവാണെന്ന് തോന്നുന്നു മേടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു ഇവിടെ ഡയമണ്ട് മേടിക്കുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര പ്യുവറായിട്ടുള്ള സംഭവമാണ് കിട്ടുന്നതെന്നൊക്കെ. ഇതുണ്ടോ, എല്ലാ കടയിലും അത്യാവശ്യം ഫുള്ളാണ് സാധനങ്ങൾ. പഴയ ചെമ്പ്, ഓട്ടുരുളി, പിന്നെ കസേര, പിന്നെ തൂണുകൾ, സ്തൂപങ്ങൾ, വലിയ ഉരുളി. ഇത് എനിക്ക് തോന്നുന്നു പണ്ട് ചായയുടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നത്. വലിയ ഉരുളി. പിന്നെ ഇവിടെ വേറൊരു സ്ട്രീറ്റിൽ ഫുള്ളായിട്ട് ഈ ജ്വല്ലറി സാധനങ്ങളൊക്കെയാണ്. അതായത് ഇവിടെ ഡയമണ്ട് ഭയങ്കര ലാഭത്തിന് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. പണ്ട് കാലത്ത് പായസം ഉണ്ടാക്കുന്ന ഉരുളി. ഇത് നൈസായിട്ടുണ്ട്. പഴയ ചാരുകസേര, തൂണുകളൊക്കെ, ജനല്, വാതില്. ഇവിടുത്തെ എല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഗ്രാൻഡായിട്ടാണ് ഇവർ ചെയ്തത്. ഫുള്ള് പിന്നെ വർക്ക്, ഭയങ്കര ആർക്കിടെക്ചറൽ മാർവൽ ഉള്ള പരിപാടികളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഡീറ്റെയിലാണ്. ഇവിടുത്തെ ആൾക്കാരൊന്നും ചെറിയ രീതിക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വീടുകളും ഈവൻ വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര ഗ്രാൻഡായിട്ടാണ് എല്ലാം പണി ചെയ്തിരിക്കുന്നത്.
ചെറിയ ചെറിയ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് എല്ലാത്തിനും. കൊത്തുപണികളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇന്നത്തെ ചാരു കസേര എന്താ, ഇന്നത്തെ അലമാരയാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്ന് ശരിക്കും നമ്മൾ ചെട്ടനാട് വന്നിട്ട് പ്രോപ്പർ ചെട്ടനാട് ഉള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ഇന്ന് നമ്മളിപ്പോൾ ആത്തൻകുടി അതേപോലെ കാരക്കുടി പോയി അവിടുത്തെ ടൈൽ ഫാക്ടറിയൊക്കെ കണ്ടു. അങ്ങനെ സംഭവങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം നാളെയാണ് ഞങ്ങൾ ചെട്ടനാടുള്ള ശരിക്കുമുള്ള മാൻഷൻസ്, ചെട്ടനാട് പാലസ്, പിന്നെ അവിടെയുള്ള മാൻഷൻസും വില്ലേജൊക്കെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നല്ല ടയേർഡായി വന്നിട്ട് ഇപ്പം നമുക്ക് റൂമിൽ വന്നു ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നാളെ ശരിക്കും കുറച്ചുകൂടി നല്ല വ്ളോഗായിരിക്കും തോന്നുന്നു. എനിക്കറിയില്ല, അവിടെ ഒരുപാട് 10,000-ന് മുകളിൽ മാൻഷൻസും ഉണ്ട്, അതേപോലെ പാലസൊക്കെ ഉണ്ട്. മിക്കതും ഇപ്പോൾ ഹോട്ടലാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏതായാലും അവിടെ പോയിട്ട് നോക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നമ്മൾ ആത്തൻകുടി കാരക്കുടി എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നാളെ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. ബൈ സൊല്ലു. Bye.